അങ്ങനെ ഏറെ നാളായി എല്ലാവരും കാത്തിരുന്ന, അതായത് നന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ SI എന്ന യൂണിഫോം നന്ദു അണിയാണ്. നമ്മുടെ നന്ദു അങ്ങനെ SI നന്ദനാവുന്നുണ്ട് കേട്ടോ. നന്ദുവിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഈ കാര്യം വിളിച്ച് നന്ദു എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പക്ഷേ സന്തോഷമാവാത്ത ചിലരുണ്ടല്ലോ അവിടെ. വേണിന്റെ അരികിലേക്ക് പോവാണ് അനാമിക. അച്ഛാ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്നു. മോളെ, അവളല്ലല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പോലീസ്. SIക്ക് മുകളിൽ ഒരുപാട് പേരുണ്ട്. കാശ് കൊടുത്താൽ ഒതുങ്ങാത്ത ഒരു പോലീസുകാരോട് ഇല്ല മോളെ എന്നൊക്കെ പറയുമ്പോ, പോലീസ് അല്ലാത്തപ്പോ തന്നെ അവളുടെ നെടിമിടിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും. ഇനിയിപ്പോൾ കാക്കെങ്കിലും ഇട്ടു. ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുകയാണ് അനാമിക. മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. മോള് ഇനി അവളോട് കൂടുതലായിട്ടൊന്നും പറയാനോ ബഹളം വെക്കാനോ ഒന്നിനും പോവണ്ട. എങ്ങനെയെങ്കിലും കിട്ടാനുള്ളത് മേടിച്ചെടുക്കുക, അത്രയും നോക്കിയാൽ മതിയെന്നും വേണു പറയുന്നുണ്ട്. ഇല്ലച്ചാ, അവളെ അങ്ങനെ ഞാൻ വിടില്ല. ഞാൻ ഒഴിവായി പോയാലും അവളെ കൊണ്ട് ഞാൻ ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കില്ലച്ചാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ മോളെ ഈ പിടിവാശി? അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. മോക്ക് ഇഷ്ടപ്പെട്ട പയ്യന്മാരും വേറെ ഉണ്ടല്ലോ, മോൾ ആരെങ്കിലും കെട്ടിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോ, അതല്ല എങ്കിലും എന്നെ കുറെ കരയിപ്പിച്ചതല്ലേ അവള്, അതുകൊണ്ട് അവളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ഈ SI തൊപ്പിയും ഞാൻ തെറിപ്പിക്കുമെന്നും അനാമിക പറയുന്നുണ്ട്. ഇനിയിപ്പോ എല്ലാവർക്കും ഭയങ്കര ആഘോഷമായിരിക്കും. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനായിരിക്കും കൂടുതൽ സന്തോഷം. അവന്റെ കാമുകീനെ SI ആക്കാൻ വേണ്ടിയാണല്ലോ ഇന്നേ വരെ ആ മൂർത്തി സാറ്, അതായത് ആ കിളവൻ, ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്തിട്ടില്ല. അവക്ക് വേണ്ടി ആദ്യമായി അയാള് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് അതിന്റെ എല്ലാം കാരണക്കാരൻ ആ അനിയ. അവൻ പോയി കണ്ടിട്ട് വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും അറിയിച്ചത്. അതുകൊണ്ടാ ആ ട്രെയിനറെ സ്ഥലം മാറ്റേണ്ടി വന്നത്. അല്ലാതെങ്കിൽ അവളിപ്പോ പോലീസായി ഇറങ്ങില്ലായിരുന്നു. അനാമിക പറയാണ്. വേണു പറയുന്നുണ്ട്, അത് ശരിയാ, അവൻ പോയി എന്ന് കണ്ടിട്ട് വന്നിട്ടാ എല്ലാരെയും കാര്യങ്ങളൊക്കെ അറിയിച്ചത്. അപ്പോഴാ ആദർശും നായനെയും അങ്ങോട്ട് പോയി അന്വേഷിച്ചത്. സംഭവം സത്യം എന്നറിഞ്ഞപ്പോളേ ആദർശ് വിളിച്ച് മുത്തശ്ശനോട് പറഞ്ഞതാ. അതാ പ്രശ്നമായത്. അങ്ങേർക്ക് എല്ലായിടത്തും നല്ല പിടിപാടാ. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും അങ്ങേര് ശുപാർശ ചെയ്യില്ലെന്നും എല്ലാവർക്കും അറിയാം. എന്തായാലും നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. അവസാനം വരെ പിടിച്ചു നിന്നതാ. അവസാന നിമിഷം കാലുവിട്ട് ഉടച്ചു പോയില്ല മോളെ, എന്ത് ചെയ്യാനാ? ആ ട്രെയിനറെ ട്രാൻസ്ഫർ ചെയ്തില്ലേ? എങ്കിലും പുതിയ ട്രെയിനർക്കും അയാളെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തെങ്കിലും അയാൾ ഒന്നും കേൾക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അയാളെ സത്യസന്ധനാണെന്നൊക്കെയാ ഇയാള് പറയുന്നേ. എന്ത് സത്യസന്ധന അച്ഛാ, കണ്ടോണം, എല്ലാം കൂടെ ഒരു ദിവസം നശിപ്പിച്ച് തീയിടിഞ്ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവളുടെ സംഹാര നൃത്തം ആടുന്നുണ്ട്. ഇനിയിപ്പം അവിടെ ആഘോഷമായിരിക്കും. ഞാനൊന്നും അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോ, മോളെ ചെല്ല്, മോളിനി കൂടുതലായിട്ട് അവളെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും പോകണ്ട. അറിയാലോ നമ്മൾ അവിടുത്തെ എത്ര അവന്റെ സ്വർണമാണ് വിറ്റേക്കുന്നേന്ന്. എന്തെങ്കിലും അറിഞ്ഞാലേ നമ്മൾ പിന്നെ കുടുംബത്തോടെ ജയിലിൽ കിടക്കാം. നമ്മളുടെ എല്ലാ പ്ലാനും പദ്ധതികളും എല്ലാം പൊളിയും. മോൾക്കറിയാവല്ലോ എന്ന് പറയുന്നുണ്ട്. എല്ലാം എനിക്കറിയാച്ചാ, ഞാൻ നോക്കിക്കോളാം. അവളെ ഒന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്നില്ല. മോളെ അങ്ങനെയൊന്നും പറയണ്ട. നിനക്കറിയാലോ, ഇവിടെ ഉണ്ടായിരുന്നപ്പോ തന്നെ അവളെ നമ്മളെ ഒരു കേസിൽ കുടുക്കിയത്. സ്വന്തമായിട്ട് വാദിച്ച് ഊരിപ്പോന്നവളാ അവള്. അവളിപ്പോ SI ആയിട്ട് വന്നിരിക്ക. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അവള് കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. 5 ആണുങ്ങളെ അവള് മലത്തി അടിക്കും. അതാ ട്രെയിനർ മോള് പറഞ്ഞത് കേട്ടതല്ലേ? അത്രയും തടിമാടനായ ട്രെയിനറെ പോലും അടിച്ചൊതുക്കിയവളാ അവള്. അതുകൊണ്ട് സൂക്ഷിക്കണേ മോളെ. മോളാണെങ്കിലോ ഒന്ന് ഊതിയാ പറന്നു പോകുമെന്നും പറഞ്ഞ് വേണു പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് അനാമിക നേരെ അനന്തപുരിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോ കാണുന്ന കാഴ്ച കൊണ്ട് അനാമിക ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിലോ വയസ്സായി വരുന്ന നന്ദുവിന് വലിയൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടി അനന്തപുരി ആകപ്പാടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവളോർക്കാണ് ഞാൻ രാവിലെ പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും ജാനകിയോട് ചോദിക്കാണ്, അമ്മേ എന്താ ഇന്നോട് ആരെങ്കിലും പിറന്നാളാണോ? എല്ലാം അലങ്കരിച്ചിരിക്കുന്നു. മോളെ, പിറന്നാളൊന്നും അല്ല, ഒരുത്തി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇവളുമാർ അനിയത്തി SI ആയിട്ട് അവളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചെയ്തതാ. അമ്മ എന്നിട്ട് അതിന് സമ്മതിച്ചോ? അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീടുണ്ടല്ലോ, ആദശേട്ടൻ എടുത്തു കൊടുത്ത വീട്, അവിടെ ചെയ്താ പോരെ. ഇവിടെ എന്തിനാ പാർട്ടിയൊക്കെ വെക്കുന്നേ? മോളെ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതേ മുത്തശ്ശന്റെ വീടാ, മുത്തശ്ശനാ ഇതെല്ലാം ഏർപ്പാടാക്കിയത്. നമുക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. ജലജ പറയാണ്, അതെ മോളെ, നമുക്കൊന്നും ഇവിടെ യാതൊരു യോഗ്യതയുമില്ല, വോയിസും ഇല്ല. ഇതെല്ലാം അവരുടെ തീരുമാനമാണ്. കമ്പനിയുടെ MD ആയ ആദർശിന്റെയും അവന്റെ ഭാര്യയുടെയും തീരുമാനങ്ങൾ. അതനുസരിച്ച് വേണം
നമ്മളെല്ലാരും കൂടെ നിൽക്കാനായിട്ട് വാലും ചുരുട്ടി അവര് പറഞ്ഞു കേട്ട് നിന്നാലേ നമുക്ക് 3 നേരം കഞ്ഞി കുടിച്ചു പോകാമെന്നും പറഞ്ഞ് ജലജ പറയുന്നുണ്ട്. അനാമിക പറയാണ്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, അവൾക്ക് അവിടെ വേറെ വീടുണ്ട്, വേണമെങ്കിൽ അവിടെ പാർട്ടി വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഹോട്ടലുണ്ടല്ലോ, അല്ലാതെ ഈ വീട്ടിൽ എന്തിനാ അവൾക്ക് വേണ്ടി പാർട്ടി വെക്കുന്നത്, ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് അനാമിക തുള്ളിച്ചാടിക്കൊണ്ട് മുത്തശ്ശന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശൻ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല. എന്താ മോളെ, എന്താ പ്രശ്നം? അല്ല, നന്ദു SI ആയി വരുന്നതിന് ഇവിടെ എന്തിനാ പാർട്ടി വെക്കുന്നേ? അതെന്താ മോളെ, ഇവിടുത്തെ 2 മരുമക്കളുടെ അനിയത്തിയല്ലേ അവള്. നമ്മുടെ കുടുംബത്തില് ആദ്യമായിട്ടുണ്ടാകാൻ വന്നൊരു പോലീസ് ഓഫീസറാ, അതും ഒരു ലേഡി പോലീസ്. പിന്നെ ഇത്ര ഒരു ട്രീറ്റിൽ നമ്മൾ കൊടുക്കണ്ടേ? ഇത് തന്നെ കുറഞ്ഞു പോയെന്നാ ഞാൻ ഓർക്കുന്നേ. മുത്തശ്ശ, ഇതൊന്നും ശരിയല്ല. എന്താ മോളെ ശരിയില്ലാത്തത്? അനിയും അവളും തമ്മിലുള്ള ബന്ധം ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോ വീണ്ടും വീണ്ടും അവളും അനിയും കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നത് ശരിയാണോ മുത്തശ്ശ? അത് ഞങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോ, മോളെ, മോളുടെ ഭർത്താവിനെ കയ്യിലാക്കേണ്ടത് മോളുടെ കടമയാ. അതിന് മോള് ശ്രമിക്കുന്നില്ലല്ലോ. മോളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളുമാണെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കേണ്ട. സ്വന്തം ഭർത്താവ് നേർവഴിക്കല്ലെങ്കിൽ നേർവഴിക്കാക്കാൻ സ്വന്തം ഭാര്യ അറിഞ്ഞിരിക്കണം. അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ടോടെ മിണ്ടാതെ നിൽക്കാണ് അനാമിക കേട്ടോ. അനാമികയുടെ ചുറ്റിക്കളിയൊക്കെ മുത്തശ്ശന് ഏകദേശം മനസ്സിലായെന്ന് അനാമിക മനസ്സിലാക്കിയിട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഈ സമയം ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുത്തെ അലങ്കാരപ്പണിയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് അനി. വന്നിട്ട് ജാനകിയുടെ അനാമിക പറയാണ്, കണ്ടോ അമ്മേ, അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ, എന്ത് ഹാപ്പി അവൻ. എന്താണ്, സ്വന്തം ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന പോലെയാ കാമുകി വരുന്ന അവൾക്ക് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു കുടുംബത്തെ കുടുംബത്തിന് ആദ്യമായിട്ട് കാണുവാണെന്ന് അനാമിക പറയുമ്പോൾ ജലജ പറയാണ്, ഞാൻ കുറെ വർഷം കൊണ്ട് കാണുന്ന മോളെ, പിന്നെ ഇതിപ്പോ കൂടിയത് ഈ നയനോട് വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവളെ എന്ത് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങളും അടിയും ബഹളവും. അതിന് ഇവള് എത്ര കാലം ഉണ്ടോ അത്രയും കാലം മാറത്തുമില്ലെന്നും ജലജ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് നമ്മുടെ നന്ദുവും ഫാമിലിയും. ഈ സമയത്ത് നന്ദുവിന്റെ അമ്മ പറയുന്നുണ്ട്, ദേ നന്ദുട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പോഴും നിന്റെ മനസ്സിലെങ്ങാണം ആ അനിയുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് എടുത്തു വെച്ചേക്കണം. ഇനി അതൊന്നും വേണ്ട. ഇനി മേലാൽ അവിടെ സംസാരിക്കുന്ന മിണ്ടുന്നോ ഞങ്ങൾ കാണരുത്. അമ്മേ, ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട, നീ ഒഴിഞ്ഞു പൊക്കോണം. അവിടെ അവളുണ്ട്, ആ ഭദ്രകാളി, അനിയുടെ ഭാര്യ അനാമിക. അത് ഓർമ്മ വേണം. അവനിപ്പോ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബസ്ഥന, ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് മേലാൽ അവനോട് ചങ്ങാതം കൂടാനോ ഒന്നിനും പോകണ്ട, മനസ്സിലായല്ലോ? ശരിയമ്മേ, ഞാൻ മിണ്ടാൻ പോയില്ല എന്ന് പറയുമ്പം പിന്നെ വേറൊരു കാര്യം കൂടി, ആ മാനിനോടുണ്ട് നിന്റെ ആദർശേട്ടൻ. ആ ആദർശ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. അവനെ പോലെ തന്നെ അനിയുന്ന എല്ലാരും പറയുന്നേ. അങ്ങനെ ആകുമ്പളെ കുറെ കാലം കഴിയുമ്പം ഇവന്റെ കുഞ്ഞും എവിടെന്നെങ്കിലൊക്കെ പൊങ്ങി വരും. അതുകൊണ്ട് അത് നീയാകാതിരിക്കാൻ ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞ് കനകമാണെങ്കിൽ ഇവളെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇവര് പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെയാണെങ്കിൽ നവ്യയും കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബി ചോദിക്കാണ്, അല്ല ഇവിടെ ഇങ്ങനെ ട്രീറ്റിന്റെ ആവശ്യമുണ്ടോ നവ്യെ? അതെന്താ അബി അങ്ങനെ പറഞ്ഞത്? എന്റെ അനിത് നന്ദു ഒരു പോലീസ് ഓഫീസർ ആയിരിക്കല്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്യണ്ടേ? അവൾക്കൊരു സന്തോഷാവില്ലേ? മുത്തശ്ശനാണെങ്കിലോ ഏതോ വലിയ ഹോട്ടലൊക്കെ വെക്കാന്ന് പറഞ്ഞതാ, അവള് സമ്മതിക്കാഞ്ഞിട്ടാ എന്നും പറഞ്ഞ് നവ്യ കുഞ്ഞിനെ ഒരുക്കാണ്. ഈ സമയം അബി മനസ്സിലോർക്കുന്നുണ്ട്, ഇത് എനിക്കിട്ടുള്ള പണിയാ. അവളെ SI ആയിട്ട് ഇങ്ങോട്ട് വരുന്നതും എനിക്ക് പണിയായിരിക്കും. എന്റെ സ്വർണ്ണക്കടത്തിന്റെ കേസോ മറ്റെന്തെങ്കിലും കേസോ കാണാം, ഇവളെ കുത്തിപ്പോക്കോ ഈശ്വര എന്നൊക്കെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. എന്താ അബി, എന്താ ടെൻഷൻ പോലെ? ഏയ് ഒന്നുമില്ല, കുഞ്ഞിനെങ്ങിതാ, കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് പോകാം, നീ ഒരുങ്ങിയിട്ട് പോവാന്നും അവളോട് പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അബി താഴേക്ക് പോവാണ്. നവി അവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. ചന്തുമോളെ ഈ സമയം ഒരുക്കിയൊക്കെ കൊണ്ടുവരികയാണ് നയന. അങ്ങനെ നയനയും ആദർശവും കൂടിയിട്ട് അവിടെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയൊക്കെ ഇവർക്ക് ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിലും നന്ദു അവളുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് അനാമിക ആകെപ്പാടെ കലിപ്പിച്ച് ഒന്നും മിണ്ടാൻ പറ്റാതെ അവിടെ നിൽക്കാണ് കേട്ടോ. അനാമികയെ കണ്ടപാടെ നന്ദു ഒന്ന് പരുങ്ങുന്നുണ്ട്. ഈ സമയത്തായിരിക്കും അനി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുന്നത്. വാ വാ ആന്റി, അങ്കിള് കേറി വാ, നന്ദു വാ എന്നും പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. ഓ, അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ അമ്മയെന്നും പറഞ്ഞ് അനാമിക പറയുന്നുണ്ട് കേട്ടോ. ആദർശ് വന്നിട്ട് അനിയോട്, എടാ നീ പോയി ജ്യൂസ് എടുത്തേന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട്
ഇവരെ സ്വീകരിച്ചോടെ ഇരുത്താൻ വേണ്ടിയിട്ട് നയനെ പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ഇവർക്ക് ഇപ്പൊ ആദർശിനെ ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പയ്യോടന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അബിയാണെങ്കിലോ ആഹാ അച്ഛനും അമ്മയും വന്നോ, ദാ മോനെ പിടിയെന്നും പറഞ്ഞിട്ട് അവരുടെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിലോ കുഞ്ഞിനെ ആണെങ്കിൽ കളിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. ആദർശ് ഈ സമയം അനിയെ കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഭാര്യയുടെ ഉണ്ട് നന്ദു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിന്റെ സ്വഭാവവും നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയുക, നന്ദുവിനെ കാണുമ്പോൾ നിന്റെ അമിത സന്തോഷമൊക്കെ അങ്ങ് മാറ്റി വെച്ചേരെ. നന്ദു മറ്റുള്ള വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ, അത് നീ ഓർമ്മ വെച്ചോണം. നിനക്കിപ്പോ ഒരു ഭാര്യയുണ്ട്, അത് നിന്റെ മനസ്സിൽ കാണണം, മനസ്സിലായല്ലോ. പണ്ടത്തെ കണ്ടില് നീ ഇനി അവളെ കാണാൻ പാടില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത്രമാത്രം മതി, മനസ്സിലായോ? ഒരക്ഷരം പോലും അവിടെ മിണ്ടി പോകരുത്. മിണ്ടുന്നങ്ങനെ ഞാൻ കണ്ടല്ലേ അടിച്ചിന്റെ അണപ്പിലാൻ പറിക്കും, മനസ്സിലായോടാ എന്ന് പറയുമ്പം ശരി ആദർശേട്ടാ എന്ന് അനി പറയുന്നുണ്ട്. അങ്ങനെ അനിയും ആദർശും അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവരെ കൊണ്ട് അകത്തേക്ക് പോകുന്ന കാണുമ്പോ തന്നെ നയനയ്ക്കും അതുപോലെ തന്നെ അനാമിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ പോയി വഴക്ക് പറഞ്ഞായിരിക്കുമെന്ന് നന്ദുവിനും മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് നന്ദു പോയി മുത്തശ്ശിന്റെയും കാലൊക്കെ തൊട്ട് വണങ്ങുന്നുണ്ട്. നന്നായി വരും മോളെ, മോളുടെ കഴിവിനും മോളുടെ ഈ ഒരു ഇതിനൊക്കെ കിട്ടിയൊരു അംഗീകാരമാണ്. മോളുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചല്ലോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്നങ്ങനെ സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിത് കിട്ടില്ലായിരുന്നു. കുറെ പേർ ഇടപെടൽ കാരണം ആ ട്രെയിനർ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കായിരുന്നു. നമ്മുടെ കുടുംബത്തിനുള്ള കുറച്ചു പേര് കാരണം മുത്തശ്ശ, അതെല്ലാം ഞാൻ തെളിവ് സഹിതം കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞെന്ന് കരുതിയെന്ന് നന്ദു പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി മോളെ, മോൾക്ക് അതിനുള്ള കഴിവുണ്ട്, സത്യസന്ധമായ കാര്യമാണെന്ന് തോന്നിയിട്ടാ മുത്തശ്ശൻ അതിന് സപ്പോർട്ട് തന്നത്. അല്ലെങ്കിൽ ഇന്നേ വരെ ആർക്കും ഈ മുത്തശ്ശൻ ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയാം മുത്തശ്ശ, സത്യസന്ധമായ കാര്യങ്ങൾക്കല്ലാതെ മുത്തശ്ശൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്നും അവള് പറയാണ്. അങ്ങനെ എല്ലാവരും വന്ന് അവൾക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ഈ ഒരു സന്തോഷം നമുക്കൊരു കേക്ക് മുറിച്ചങ്ങ് ആഘോഷാലോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും പരസ്പരം വായിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് കലിപ്പടക്കാൻ വയ്യാതെ നിൽക്കുകയാണ് നമ്മുടെ അനാമികയും ജലജയും ജാനകിയും ഒക്കെ കേട്ടോ. ബാക്കി എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അബിയും ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട്. നവിയും വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും കൺഗ്രാറ്റ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെന്റെ വക ഏത് സമ്മാനം എന്ന് പറഞ്ഞിട്ട് അവക്കൊരു ബോക്സ് കൊടുക്കാണ്. എന്താ മുത്തശ്ശൻ എന്ന് പറയുമ്പം മോള് തുറന്നു നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെ ബോക്സ് പൊട്ടിച്ചു നോക്കുമ്പോഴേക്കും അതിനകത്തൊരു ചാവി ആയിരിക്കും കേട്ടോ. ഇതെന്താ മുത്തശ്ശൻ ചോദിക്കുമ്പം ഇതേ ഒരു കാറിന്റെ കീയാ. മോളിങ്ങോട്ട് വായെന്നും പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് സർപ്രൈസ് ആയിട്ട് ആ ഒരു കാറ് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല വില കൂടിയ ഒരു കാറാണ്. അത് കാണുമ്പോഴേക്കും നന്ദു അങ്ങ് സന്തോഷത്തിൽ തുള്ളി ചാടുന്നുണ്ട്. മുത്തശ്ശ എനിക്കാണെന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ, ഇനി മോള് ഒരു SI അല്ലേ, അപ്പം അതിന്റെ ഒരു പ്രൗഢിയിലൊക്കെ വേണം പോവാന്. അല്ല ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഉണ്ടല്ലോ, അത് സാരമില്ല, എങ്കിലും ഈ വണ്ടിയിൽ വേണം മോള് യൂണിഫോം ഇല്ലാത്ത സമയമൊക്കെ പോവാന്. മനസ്സിലായല്ലോ? മനസ്സിലായ മുത്തശ്ശ, എങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് മുത്തശ്ശൻ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ആഹാ നിങ്ങൾ ഞാനറിയാതെ സമ്മാനമൊക്കെ വാങ്ങിച്ചല്ലേ, പിന്നെ മോൾ SI ആയെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാനത് ഓർഡർ ചെയ്തതാ. ഇന്നാ ഇത് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത്, എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. അതാന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എന്റെ വകയും മോക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവക്ക് മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിയുടെ പഴയ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു ചെയിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാണ്. ഇതേ നല്ല ഐശ്വര്യമുള്ളൊരു ബ്രേസ്ലെറ്റാ. മോൾ എവിടെ പോയാലും മോക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. പണ്ട് എന്റെ അമ്മ എനിക്കിത് പൂജിച്ചൊക്കെ തന്നതാ. ഇതില് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെന്നാ എന്റെ അമ്മ എപ്പോഴും പറയാറ്. ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, മോക്ക് തരാ. കാരണം മോൾ ഇനി ഗുണ്ടകളും ഒരുപാട് പ്രശ്നക്കാരെയൊക്കെ കാണാൻ പോവല്ലേ, മോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോവല്ലേ, അതുകൊണ്ടാ മുത്തശ്ശി തന്നത്. ഇതെപ്പോഴും മോളുടെ കയ്യിൽ തന്നെ കാണാം. മോളുടെ ജീവനും മോളുടെ ജോലിക്കും ഒരാപത്തും വരില്ലെന്ന് പറയുമ്പോഴേക്കും നന്ദു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടെ എനിക്കിത് തന്നല്ലോ, അത് തന്നെ വലിയ കാര്യമെന്നും പറയുന്നുണ്ട്. ആദർശ് നയനയൊക്കെ അവക്ക് പിന്നെ ഓരോരോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് അനാമികയൊക്കെ അസൂയ മൂത്ത് നിൽക്കുകയാണ്. കണ്ടോ മോളെ, മൂത്തവക്കാണല്ലോ ഒരു പെട്ടി നിറയെ സ്വർണം, ഇളയവക്കും അതുപോലെ തന്നെ മൂന്നാമത്തവക്കാണെങ്കിലോ ഒരു കാറ്. ഇനി എന്ത് വേണം മോളെ, നമ്മളൊക്കെ ഇവിടുത്തെ പുറമ്പോക്കായെന്നൊക്കെ പറഞ്ഞ് ജലജ അനാമികയെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതല്ല, എങ്ങനെ
ഒരുപാട് രീതിയിൽ മുത്തശ്ശനാണെങ്കിൽ കേറ്ററിംഗുകാരെയൊക്കെ വെച്ച് വലിയ രീതിക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുറെ പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നന്ദുവിനെ പുകഴ്ത്തി മുത്തശ്ശന് കുറെ സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെ വലിയൊരു പാർട്ടി തന്നെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ സന്തോഷകരമായിട്ട് ആ ഒരു പാർട്ടി എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അതേ സമയത്തായിരിക്കും അനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നന്നോട് സംസാരിക്കണമല്ലോ. പക്ഷെ ഈ അനാമികയും ബാക്കി എല്ലാവരും ചുറ്റും നിൽക്കുകയല്ലേ. എങ്ങനെ പറയും, എങ്ങനെ മിണ്ടും ഒന്നും അറിയാതെ അവൻ ആകെപ്പാടെ വീർപ്പ് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ രാത്രി സമയമാവുന്നുണ്ട് കേട്ടോ. ഇവര് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും. അങ്ങനെ എല്ലാവരും അതിലേക്കായിട്ട് ഫുഡൊക്കെ കഴിച്ച് മാറി മാറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ മുമ്പിലേക്ക് നന്ദിനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അനി ഒരു കോർണറിലേക്ക് ഓടുകയാണ്. അനി ആരെങ്കിലും കണ്ട ആകെ പ്രശ്നമാകും കേട്ടോ. ആദിശേട്ടൻ വന്നപ്പോ തന്നെ നിന്നെ കുറെ വഴക്ക് പറഞ്ഞല്ലേ, എന്നിട്ട് നിനക്ക് മതിയായില്ലേ? ഇല്ല, എനിക്കൊന്നും മതിയായിട്ടില്ല. ഒന്ന് കാണാൻ വേണ്ടി എത്ര ദിവസം കൊണ്ട് ഞാൻ കൊതിക്കുകയാണെന്ന് നിനക്ക് അറിയാവോ? എന്തിനാ? അതെ, ഞാനിപ്പോ എസ് ഐ നന്ദനയാ, അതറിയാലോ. ഇനി മേലാൽ പഴയ ചുറ്റിക്കളിയും കൊണ്ട് എന്റെ അരികിലേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും അവന് കയ്യെ പിടിക്കുന്നുണ്ട്. നിക്ക് നന്ദു, ഞാൻ പറയട്ടെ, എല്ലാരും സമ്മാനം തന്നില്ലേ, ഞാൻ മാത്രം നിനക്കൊരു സമ്മാനം തന്നില്ലോ. വേണ്ട, എനിക്ക് ഒരു സമ്മാനവും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ എസ് ഐ എന്ന് അറിഞ്ഞപ്പോ സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ചതാ നിനക്കൊരു സമ്മാനം. അത് നിനക്ക് തരണം. ഞാൻ വേണ്ടെന്നല്ലേ നീ പറഞ്ഞത്. അനി ദേ അപ്പുറത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ആ അനാമികയൊക്കെ ആണെങ്കിലോ കണ്ണും തുറന്നിരിക്കുക നമ്മളെ പിടികൂടാനായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒന്ന് പോ. നീ എന്ത് ചെയ്താലും അതിന്റെ ഞങ്ങളെ പഴി കേൾക്കുന്നത് ഞാനാ. ഇനി എന്നെ കേൾപ്പിക്കരുത്, ദയവ് ചെയ്ത് എന്നെ വിട്ടിട്ട് പോകുന്നും പറഞ്ഞ് നന്ദു പറയുമ്പോ നിക്ക് അവിടെ എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യില് നിർബന്ധിച്ചത് കൊടുക്കാണ്. എന്നിട്ട് ഇനി പോയിക്കോ, വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കുന്നുണ്ട്. ഇതാണെങ്കിലോ നമ്മുടെ ജലജ ഒളിഞ്ഞെന്ന് കാണുന്നുണ്ട്. ജലജ അപ്പൊ തന്നെ ഈ തീപ്പൊരി പോലത്തെ വാർത്ത പോയി നമ്മുടെ അനാമികയോടും ജാനകിയോടും പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവിടുന്ന് ഇത്രയും നേരം പ്രശ്നമൊന്നുമില്ലാത്ത സമയത്ത് അനാമിക ഹാളിലേക്ക് വന്ന് ബഹളം ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും എന്താന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ ഭർത്താവ് ഉണ്ടല്ലോ അനി, അവനെ ഇവക്കൊരു സമ്മാനം കൊടുത്തു, അതെന്താണെന്ന് എല്ലാവരും കാണണം, കാണുക തന്നെ അവർ തുറന്നു കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ് ഞാനൊന്നും കൊടുത്തിട്ടില്ല, നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വേണ്ട, നീ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട, അപ്പച്ചി കണ്ടതാ എന്ന് പറയുമ്പോഴേക്കും അനി അപ്പച്ചിയെ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക മോളെ ഇന്ന് നന്ദുവിന് എല്ലാരും സമ്മാനം കൊടുത്തു, കൂട്ടത്തിൽ അവനും കൊടുത്തു, അവനെന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പം അതെ എല്ലാരും മുമ്പിൽ ചുരുങ്ങാൻ കൊടുക്കാന്, അല്ലാതെ ഒളിഞ്ഞു മാറി ഒരു കോർണറിൽ പോയിന്ന് കൊടുക്കല്ല വേണ്ടത്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ഇവിടെ വെച്ച് കൊടുത്താൽ നീ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാ മാറിപ്പോയി കൊടുത്തത്. ഇത്രയും നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് എന്റെ സുഹൃത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ പോലുള്ള യോഗ്യത അർഹത എനിക്കില്ലേന്ന് അവൻ ചോദിക്കുമ്പം ദേ നീ കൂടുതലൊന്നും പറയണ്ട, കാണിക്കാതു അവൻ എന്താണെന്ന് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു അവളെ കണ്ണടച്ച് കാണിക്കാണ്. എന്താണെന്നുള്ള കാര്യം ആരും അറിയരുതെന്നും പറഞ്ഞിട്ട് അവൻ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട് എനിക്ക് ആരൊക്കെ എന്ത് സമ്മാനം എന്നുള്ള കാര്യം നീ അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. ഇത് അനി എനിക്ക് എന്നെങ്കിലേ അത് സ്വീകരിക്കാനുള്ള അവകാശവും അർഹതയും എനിക്കുണ്ട്. നിന്നേക്കാളും മുമ്പേ അവനെ കണ്ട അവന്റെ ഫ്രണ്ടാ ഞാൻ, അതുകൊണ്ട് അവൻ തന്ന എന്താ ഗിഫ്റ്റ് ആണെന്ന് നിന്നെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായല്ലോ. കൂടുതലേ വെളച്ചിലും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്നും പറഞ്ഞ് ആ നന്ദു അവിടുന്ന് അവളുടെ അമ്മയച്ഛനും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. എന്തായാലും കാര്യം അവള് വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തതിലോർത്ത് സമാധാനിക്കുകയാണ് അനി. അപ്പോഴേക്കും അനോട് വന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഡാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവള് പോകുന്നവരെ അവിടെ മിണ്ടരുതെന്ന്. എന്റെ ആദർശേട്ടാ എല്ലാരും ഗിഫ്റ്റ് കൊടുത്തില്ലേ, അതുപോലെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അനാമികയാണെങ്കിൽ പറയാണ് അതെ ആർക്കും ഇവൻ ചെയ്യുന്ന തെറ്റൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്താ അത് പൊക്കിപ്പിടിച്ച് നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളും ദേഷ്യപ്പെട്ട് കയറി പോവാണ്. മുത്തശ്ശൻ പറയാണ് എന്തായാലും അവസാന നിമിഷത്തിലാണ് അടിയുണ്ടായത്, പകലെ അടിയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. സാരയില്ല, എല്ലാ ഗസ്റ്റും പോയിട്ടല്ലേ ബഹളം നടന്നത്, അതുകൊണ്ട് എന്റെ മാനം പോയില്ലെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് കയറി പോവാണ്. ആദർശ് പറയാണ് എത്രയൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞ അനുസരിക്കില്ല, എത്ര തവണ പറഞ്ഞു അവളുടെ പിന്നാലെ പോവല്ലേന്ന്, എന്നിട്ട് അവൻ കേൾക്കുന്നുണ്ടോ? അവൻ കേക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും നയനെ പറയാണ് അവന്റെ മനസ്സിൽ ഇതുവരെ നന്ദു പോയിട്ടില്ല, നന്ദുവിനും അങ്ങനെ തന്നെയാ, എത്രയും പെട്ടെന്ന് അവക്കൊരു വിവാഹം കഴിപ്പിച്ചയക്കണം, അല്ലെങ്കിൽ പിന്നെ എന്നും ഈ അനിയും നന്ദു തമ്മില് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് നയനയും പറയാൻ കേട്ടോ. അങ്ങനെ നന്ദു വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്ത് സമ്മാനം തന്നേന്ന്
അമ്മ ചോദിക്കുമ്പോ എനിക്കറിയില്ല അമ്മേ, ഞാൻ വീട്ടിൽ പോയിട്ട് തുറന്നു കാണിക്കാമെന്നും നന്ദു പറയുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ചെന്ന പാട് തന്നെ അവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുകയാണ്. നന്ദുട്ടാ വാല് തുറന്നേ, എന്താവാൻ ഗിഫ്റ്റ് എന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് പാക്കറ്റ് പൊട്ടിക്കാണ്. അതിലെന്തോ ഒരു കത്തിരിക്കുന്ന പോലെ തോന്നിയപ്പം അവള് പെട്ടെന്ന് മാറ്റിയിട്ട് ഇത് മാത്രം ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അവക്ക് ഒരു ഐഫോൺ ആണ് കൊടുത്തത്. ആ ഐഫോൺ മാത്രമായിട്ട് അവള് ഡോർ തുറന്ന് അമ്മയെ കാണിക്കുന്നുണ്ട്. അമ്മേ, വേറൊന്നും അല്ല, ദാ ഒരു ഐഫോണാ, അതാവൻ തന്നത്. ആഹാ, ഫോണോ? എന്തിനാ മോളെ ഇതൊക്കെ മേടിച്ചത്? അനാമിക അവിടെ കിടന്ന് തുള്ളുന്നത് കണ്ടില്ലേ മോള്? അമ്മേ, ഞാൻ മേടിച്ചതല്ല, അവൻ നിർബന്ധിച്ച് തന്നതാ. ഞാൻ എന്ത് ചെയ്യാനാ? വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മാറിപ്പോയാലും അവൻ സമ്മതിക്കുന്നില്ല അമ്മേ. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാണ്. എന്തായാലും ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും ആ കാറ് നാളെ എടുത്തോണ്ട് വരണം. അല്ല, മോക്ക് കാർ ഓടിക്കാൻ അറിയില്ലേ? അതൊക്കെ അറിയാമേ. പിന്നെ അവിടെ പ്രശ്നത്തിനിടയ്ക്ക് ഞാൻ കൊണ്ടുവരാതിരുന്നതല്ലേ. നാളെ നമുക്ക് പോയി എടുക്കാം. വേണ്ട വേണ്ട, നീ അങ്ങോട്ടേക്ക് പോകണ്ട, ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതി. ഇനി ആനന്ദോട്ട് പഠിക്ക പോലും മോള് പോകണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് കനക പറയുന്നുണ്ട്. അങ്ങനെ ഡോറ് അടച്ചതിന് ശേഷം അവള് ഇരുന്ന് അവന്റെ കത്ത് വായിക്കുന്നുണ്ട്. നന്ദുവിനെ കുറിച്ച് വർണ്ണിച്ച് അവന്റെ കവിതയൊക്കെ എഴുതിയിട്ട് അവന്റെ ഹൃദയത്തിലുള്ള പ്രണയം മുഴുവനും ആ കവിതകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നന്ദു. ഇപ്പോഴും രണ്ടുപേരുടെ മനസ്സിലും ആ പ്രണയമുണ്ട് എന്നൊരു തോന്നലാണ് നന്ദുവിന്. അങ്ങനെ ആ ഒരു പ്രണയത്തിൽ മുഴുകിയിരിക്കുകയാണ് അവളും.